ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഓണം ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ അമ്മയുടെ കൂടെയാണ് ഇന്ന് പോണത്. അപ്പോൾ ഞാനും അമ്മയും അനിയനും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ മൂന്നാളിങ്ങനെ പുറത്തേക്കൊക്കെ പോണത്. അപ്പോൾ സൺഡേ ഈവനിങ് ഞങ്ങൾ ഗുരുവായൂർക്ക് പോകാമെന്നായിട്ട് പ്ലാൻ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റത്തെ പ്ലാനിൽ തന്നെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അമ്പലത്തിൽ പോകണമെന്നും തൊഴണം എന്നൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ഗുരുവായൂർ പോയി. അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് പോയത്. അപ്പോൾ വാവയാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ബസ്സിൽ കാണാനും ഭയങ്കര ഇഷ്ടമായിട്ടാണ്. പക്ഷേ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. ഇടയ്ക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആൾ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ, നല്ല കുട്ടിയായിട്ടിരുന്നു. പിന്നെ അമ്മയുടെ ഒപ്പം പോകുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്മയുടെ കൂടെ നടക്കാൻ പറ്റില്ല കേട്ടോ, കാരണം അമ്മ അത്രയും സ്പീഡിലാണ് കേട്ടോ നടക്കുക. ഞാൻ എന്നിട്ട് ചോദിക്കും എന്തിനാ അത്ര സ്പീഡിൽ പോകണമെന്ന്. പക്ഷെ അമ്മ അത് ചെറുപ്പം തൊട്ടേ അങ്ങനെ ശീലിച്ചു എന്ന് തോന്നുന്നു. അല്ലാണ്ട് ഞങ്ങൾ അമ്മയുടെ ഒപ്പം എത്താൻ വേണ്ടി ഓടുകയാണ് കേട്ടോ ചെയ്യാറ്. കണ്ടില്ല അമ്മ പോണത്. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പോയത് അമ്പലത്തിൽ തൊഴാനാണ് കേട്ടോ. എനിക്കായാലും അമ്മയ്ക്കായാലും ഒരുപോലെ വരാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഗുരുവായൂർ അമ്പലം. അമ്മ ആദ്യമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ. നമുക്ക് വീട്ടിൽ നിന്നാണെങ്കിലും അടുത്ത് തന്നെയാണ് കേട്ടോ ഗുരുവായൂർ അമ്പലം വന്നിട്ട്. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ജോലിക്കൊക്കെ പോയി തുടങ്ങിയതുകൊണ്ട് തന്നെ അങ്ങനെ എപ്പോഴെങ്കിലൊക്കെയാണ് വരാൻ പറ്റാറ്. പിന്നെ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ ഒരുപാട് കല്യാണങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. 400 അടുത്ത് കല്യാണങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കല്യാണ മണ്ഡപമൊക്കെ നല്ല രസത്തിൽ തന്നെ ഒരുക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം പുറത്ത് നിന്നിട്ട് ഞങ്ങൾ തൊഴുതു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ചോദ്യ ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്ന പൂക്കളാണ് കേട്ടോ. പക്ഷെ അത് മഴ പെയ്തപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ പോയത് പായസം കഴിക്കാനായിട്ട്. പായസം കഴിക്കണോടത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ വേഗം കൗണ്ടറിൽ പോയി ടിക്കറ്റൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ അതിനുള്ള ഡപ്പ് മേടിക്കാൻ പോയിട്ടാ. അപ്പോൾ കാർത്തികിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഭയങ്കര വലിയ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അവൻ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ ചാടി കയറിയത് ആ ഡപ്പേരെ കൗണ്ടറിൽ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ചേട്ടനോട് പിന്നെ അവൻ സംസാരിക്കുകയാണ് കേട്ടോ. ആൾ പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാവരുമായിട്ട് കമ്പനിയാവും, അതാണ് വേറൊരു കാര്യം. അങ്ങനെ അവിടുന്ന് ഡപ്പയൊക്കെ മേടിച്ചു കേട്ടോ. അപ്പോഴേക്കും പിന്നെ അമ്മ ലൈനിൽ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഡപ്പ കൊണ്ടു കൊടുക്കല്ലേ വേണ്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ അമ്മയുടെ അടുത്ത് പോയിട്ട് പിന്നെ ഡപ്പ കൊണ്ടു കൊടുക്കാൻ പോയിട്ടോ. ആ ടൈമിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു. പക്ഷെ ആ സമയമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്യൂ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വരിയിൽ നിന്നപ്പോഴാണ് കേട്ടോ ഒരു കാര്യം അറിയണത്, ഫ്രീ ആയിട്ട് പായസം കൊടുക്കുന്നുണ്ടെന്ന് കേട്ടോ. അപ്പോൾ അത് മേടിക്കാനുള്ള തിരക്കായിരുന്നു സത്യം പറഞ്ഞത്. പക്ഷെ കുറേ പേര് അത് അറിയാണ്ട് ഞങ്ങളുടെ പോലെ കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് മേടിക്കുന്നവരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറി നിന്നു കേട്ടോ, ഞാനും വാവയും. കാരണം അവിടെ കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ വാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അവൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അവനെ കൊണ്ട് വേറെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പും ഞങ്ങൾ പായസം മേടിച്ചു കേട്ടോ. ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്തിനാ വെറുതെ കളയുന്നത്, അങ്ങനെ അതൊക്കെ മേടിച്ച് പിന്നെ ഞങ്ങൾ നേരെ ട്രെൻസിലേക്ക് നടന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പടിഞ്ഞാറ് നടയിൽ കൂടെ നമുക്ക് ട്രെൻസിൻ്റെ അങ്ങോട്ട് കടക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. ഏതാണ്ട് സമയം ഒരു 6:45 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ട്രെൻസിൽ പിന്നെ ആ ടൈം ആയതുകൊണ്ട് വലിയ തിരക്കുണ്ടായിരുന്നില്ല, എന്നാലും തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ കയറിയത് മോളിക്കാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെൻസിൻ്റെ ഡ്രസ്സായിരുന്നു നോക്കാനുണ്ടായിരുന്നത്. ഉണ്ണിക്കും കാർത്തികിനും ഡ്രസ്സ് എടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഫസ്റ്റ് എന്നെ നോക്കിയിട്ടുണ്ടായിരുന്നത് കാർത്തിക്കുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അവൻ ഫസ്റ്റ് നോക്കിയത് പക്ഷേ വാവയ്ക്കുള്ള ഡ്രസ്സാണ് കേട്ടോ. ഫസ്റ്റ് എന്നെ കയറി വരണോട്ട് ഇതുപോലത്തെ കുറേ അധികം കുട്ടി നല്ല ക്യൂട്ടായിട്ടുള്ള ബനിയാനുകളുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് വെറുതെ അതൊന്ന് മൂപ്പര് നിർത്തി നോക്കിയിട്ട് ഉണ്ണിക്ക് വെച്ച് കൊടുത്തു കേട്ടോ. പക്ഷേ ഉണ്ണി അത് കൈകൊണ്ട് തട്ടി, അവൻ എന്താണെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പിന്നെ അവനുള്ള ഡ്രസ്സ് നോക്കാൻ പോയിട്ട്. അപ്പോൾ അവന് കുറേ ഡിമാൻഡ് ഉണ്ടായിരുന്നു, എനിക്ക് ഫുൾ കൈ വേണം, എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം പരത്തേണ്ടി വന്നു ഡ്രസ്സ് എടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം പിന്നെ ആ മൂപ്പര് എനിക്ക് ഷർട്ട് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഷർട്ടിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടാണ്. അവിടെ പോയപ്പോഴാണെങ്കിലോ മൂപ്പർക്ക് അതിൻ്റെ ഇടയിൽ ബനിയൻ കണ്ടു. അപ്പോൾ പിന്നെ അത് നോക്കാൻ നിന്നു. പക്ഷെ ലാസ്റ്റ് മൂപ്പര് എന്നിട്ട് ഒരു ഷർട്ട് എടുത്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു 3-4 ഷർട്ട് മൂപ്പര് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ടീഷർട്ടും നോക്കിയിട്ട്. അപ്പോൾ ഈ ഒരു ടീഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല രസമുണ്ട് ഇടാൻ, നല്ല ലുക്ക് ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാന്നൊക്കെ പറഞ്ഞു. മൂപ്പര് സമ്മതിച്ചില്ല. അങ്ങനെ ഈ ഒരു ഷർട്ടാണ് ലാസ്റ്റ് അവ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്നിട്ട് 2-3 സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഈ അമ്മയുടെ കയ്യിൽ അമ്മ പിടിച്ച് നിൽക്കണത്. പക്ഷേ ഇതിനൊക്കെ ഏതാണ്ട് 499 599 ഒക്കെ എന്നായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. വലിയ പൈസ കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഈ ഒരു ഷർട്ട് ട്രയൽ ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മൂപ്പരിക്ക് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ തൊപ്പിയൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ നേരെ പിന്നെ വാവയ്ക്ക് നോക്കാൻ നിന്നുണ്ട്. പക്ഷേ വാവയ്ക്ക് വലിയ കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു ടൈപ്പ് റോംബർ മോഡൽ ഡ്രസ്സാണ് കേട്ടോ എടുത്തത്. അങ്ങനെ അത് ഒരു സെറ്റിൽ 2 അങ്ങനെയാണ് കേട്ടോ വന്നിടുന്നത്. പക്ഷേ ഗേൾസിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ നേരെ സ്നാക്സ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പിന്നെ സ്റ്റാൻഡിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.